അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സ്പെഷ്യൽ ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനകത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് ആ എപ്പിസോഡ് നമ്മൾ കാണുക. അതിനകത്ത് നമ്മളെ സബ്സ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരുന്നത് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്ട്രാക്ട് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. വീണ്ടും നമ്മൾക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഒരു എക്സ്ട്രാക്ട്, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണിത്. ഇത് മുഴുവനായിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് റെസിപ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ അടർത്തി മാറ്റിയ ഒരു ചെറിയൊരു ഭാഗം. ഏത് ഭാഗമാണ് അടർത്തി മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഉള്ളൊരു ഇൻഫർമേഷൻ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അതായത് സബ്സ്ക്രിപ്ഷൻ എഴുതിയതിനു ശേഷം 2015-16, ഇത് മാർച്ച് 31, 2017 റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. അതായത് നമ്മുടെ കറണ്ട് ഇയർ എന്ന് പറയുന്നത് 2016-17 ആണ്. മാർച്ച് 31, 2017 എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് ഇയർ 2016-17 ആണ്. അപ്പോൾ 2016-17 റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് 3 വർഷങ്ങളായി തന്നിരിക്കുന്നു: 2015-16, 2016-17, 2017-18. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഇയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഇയർ നമ്മൾ പരിഗണിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2016-17 ആണ്. അഥവാ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2016-17 ആണ്. കാരണം എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇയർ എൻഡഡ് മാർച്ച് 31, 2017 എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇത് 2016-17 റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. പക്ഷെ അതിനകത്ത് 2015-16 എന്ന് പറഞ്ഞും 2017-18, അതായത് ഇനി വരുന്ന വർഷം 2 വർഷങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് സബ്സ്ക്രിപ്ഷന്റെ കുറെ എമൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ 30,250 രൂപ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2017, അതായത് 31/3/2017 വെച്ചാൽ കറണ്ട് നമ്മൾ പരിഗണിക്കുന്ന വർഷം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പരിഗണിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2016-17 ആണ്, 2017-17 ആണ്. അപ്പൊ 2015-16 എന്ന് പറയുന്നത് മുൻ വർഷവും 2017-18 എന്ന് പറയുന്നത് ഇനി വരുന്ന വർഷവും അടുത്ത വർഷവും. അപ്പൊ നമ്മൾ പരിഗണിക്കുന്ന വർഷം 2016-17 ആണ്. അപ്പൊ അങ്ങനെ 2017 അവസാനം, അതായത് നമ്മുടെ വർഷത്തിന്റെ അവസാനം, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മുടെ വർഷത്തിന്റെ അവസാനമാണ് 31/3/2017. നമ്മൾ പരിഗണിക്കുന്ന വർഷം വെച്ചാണ് എല്ലാം ഇവിടെ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സ് ഇരുത്തേണ്ടത്. 2016-17 എന്നുള്ള വർഷം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ വർഷത്തെ അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2017 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പരിഗണിക്കുന്ന വർഷം ഏതാണ്? 2016-17. ആ പരിഗണിക്കുന്ന വർഷത്തിന്റെ അവസാനം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 1250 ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2017. അപ്പൊ ഇത് വർഷാവസാനമല്ലേ? വർഷാവസാനമുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഈ പറയുന്നത്, വർഷാവസാനമുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ എന്താണിത്? വർഷാവസാനമുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണിത്. അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അതായത് ക്ലോസിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് തന്നിരിക്കുന്നത്. കാരണം 31/3/2017 എന്ന് പറയുന്നത് വർഷം അവസാനമാണ്. കാരണം 2016-17 ആണ് നമ്മുടെ വർഷം. മാർച്ച് 31, 2017 ആണ് നമ്മുടെ വർഷം അവസാനിക്കുന്നത്. പ്രത്യേകം ആലോചിക്കുക, ക്വസ്റ്റിനെ ആദ്യം പറയുന്നുണ്ട് മാർച്ച് 31, 2017 നമ്മുടെ വർഷം അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ വർഷം എന്ന് പറയുന്നത് 2016-17 ആണ്. ഈ 2016-17 അവസാനം നമുക്ക് 1250 രൂപ കിട്ടാനുണ്ട് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ അത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. 31/3/2017 എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. ഇനി അടുത്തത് എന്താണെന്ന് അറിയാമോ? അപ്പൊ ക്ലോസിംഗ് ഡേറ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/4/2016.
സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/4/2016. ഈ 1/4/2016 എന്ന് പറയുമ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 1/4/2016 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ തുടക്കമാണ്. 31/3 മാർച്ചിലാണ് എല്ലാ വർഷവും അവസാനിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കിയിടത്തോളം മാർച്ചിലാണ് എല്ലാ വർഷവും അവസാനിക്കുന്നത്. അപ്പോൾ 1/4/2016 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ തുടക്കമാണ്. ഏത് വർഷമാണ്? 2016-17 എന്ന് പറയുന്ന വർഷം. അപ്പോൾ 2016-17 എന്ന് പറയുന്നത് നമ്മുടെ വർഷമാണ്, നമ്മൾ പരിഗണിക്കുന്ന വർഷമാണ്. അപ്പോൾ ആ വർഷത്തിന്റെ തുടക്കം 2016-17 നമ്മൾ പരിഗണിക്കുന്ന വർഷം. ആ വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1/4/2016 ആണ്. ആ തുടക്കത്തിൽ 1750 രൂപ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ ഇതെന്താണ്? അപ്പൊ ഇത് ക്ലോസിംഗ് 31/3/2017 ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ, അത് ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ ഏതാണ്? 31/3/2017 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പരിഗണിച്ചെടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ, ഇത് ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ 31/3/2017 എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ 1/4/2016 എന്ന് പറയുന്നത് വർഷത്തിന്റെ തുടക്കമാണ്. അതിന് എന്താ പറയുന്നത്? ഓപ്പണിംഗ് ഡേറ്റ്. അത് നമ്മളിവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു. ഇത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ എന്താണ് 31/3/2017 ക്ലോസിംഗ് ഡേറ്റ്. എന്തുകൊണ്ടാണ് ഈ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്? നമ്മൾ പരിഗണിക്കുന്ന വർഷം മാർച്ച് 31, 2017 അവസാനിക്കുന്നു. അതായത് 2016-17 നമ്മുടെ വർഷം. അപ്പോൾ 31/3/2017 എന്ന് പറയുന്നത് വർഷത്തിന്റെ അവസാനമാണ്. അത് ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ 1/4/2016 എന്ന് പറയുന്നത് നമ്മുടെ വർഷ അവസാനം. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്, അപ്പം നമ്മളടുത്ത് ക്ലോസിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും തന്നിട്ടുണ്ട്. അതേപോലെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും തന്നിട്ടുണ്ട്. അതിനുശേഷം പറയുന്നു ഷോ ദി എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ 2016-17. കണ്ടോ, നമ്മുടെ വർഷം എന്ന് പറയുന്നത് 2016-17 ആണ്. അപ്പൊ 2016-17 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എത്ര രൂപ കാണിക്കണമെന്നാണ് നമ്മുടെ ചോദ്യം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 2016-17 ആണ് നമ്മൾ തയ്യാറാക്കുന്ന വർഷം. ആ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്രയാണ് സബ്സ്ക്രിപ്ഷൻ കാണിക്കേണ്ടത്? അതേപോലെ തന്നെ ഈ ഐറ്റങ്ങൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും എന്നും കാണിക്കുന്നുണ്ട്, എന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ ഈ കാര്യം ഒന്ന് പരിഗണിക്കാം. അതായത് ഇത് എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ, ആദ്യം ചോദിച്ച ഈ ചോദ്യം, അതായത് എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കുറിക്കേണ്ടത് അല്ലെങ്കിൽ എഴുതി ചേർക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഡേറ്റിലുള്ള അല്ലെ, ആദ്യം പറഞ്ഞു ഈ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെളിയിൽ തന്ന രണ്ട് കാര്യങ്ങൾ. അതായത് ക്ലോസിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ, അതായത് ഇവിടെ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. അതായത് ഈ പറയുന്ന പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് നമുക്ക് ഏത് ഡേറ്റിലാണ് തന്നിരിക്കുന്നത്? ക്ലോസിംഗ് ഡേറ്റിൽ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ക്ലോസിംഗ് ഡേറ്റിൽ തന്നിട്ടുണ്ട്. ഏതാണ്? ഈ സംഗതിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 31/3/2017 നമ്മുടെ വർഷം അവസാനിക്കുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് അത് തന്നിരിക്കുന്നത് എന്താണ്? ക്ലോസിംഗ് ഡേറ്റിലെയാണ്. അപ്പം നമ്മൾ ഈ തന്ന സാധനം ഇവിടെ ഒന്ന് പരിഗണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയാണെന്ന് പറയുന്നുണ്ട്. 1750 രൂപയാണ്. രണ്ടാമത് ഈ പറയുന്ന ക്വസ്റ്റ്യന്റെ അടുത്ത സെന്റൻസ് ആയിട്ട് പറയുന്നത്, അപ്പൊ ഇത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഇനി രണ്ടാമത് സബ്സ്ക്രിപ്ഷൻ, ഇത് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നതല്ല, അത് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഡേറ്റ് 1750 തന്നിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതും തന്നിട്ടുണ്ട്. അത് പക്ഷേ ഓപ്പണിംഗ് ഡേറ്റിലാണ് അല്ലെ, ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 1250 ആണ് കേട്ടോ. എമൗണ്ട് നമ്മൾ മാറിപ്പോയി. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/3/2017 എന്ന് പറയുന്നത് 1250 ആണ്.
അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നതാണ് 1750. അപ്പൊ നമ്മൾ തന്ന സംഗതികൾ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് 31/3/2017 ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് 1250 നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അത് ഓപ്പണിംഗ് ഡേറ്റ് 1/4/2016 നമ്മൾ പരിഗണിക്കുന്ന വർഷത്തിന്റെ തുടക്കമാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ 1750 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ചോദ്യം വരും, അതായത് സബ്സ്ക്രിപ്ഷൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ, അതായത് 2015-16 എന്ന് പറഞ്ഞ് ഒരെണ്ണം നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇത് കാണിക്കുന്നുണ്ട്. അതിൽ 17-18 എന്നും പറഞ്ഞ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 1000 രൂപ കാണിക്കുന്നു. ഇതെന്താണ് സംഗതി എന്ന് നമുക്കൊരു എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ആൻസർ പറയേണ്ടതുണ്ട്. അപ്പൊ 2015-16 എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നു. അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഈ വർഷം നമുക്ക് കിട്ടിയതാണ് നമുക്ക് ഈ വർഷം കിട്ടിയ ഒരു 2500 രൂപയില്ലേ, നമുക്ക് ഈ വർഷം 2500 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ 2500 രൂപ എന്ന് പറയുന്നത് 2015-16 കിട്ടാനുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. 2015-16 കിട്ടാനുണ്ടായിരുന്ന 2015-16 കിട്ടാനുണ്ടായിരുന്ന 2500 രൂപ ഇപ്പം കിട്ടി. അതായത് 2015-16 2500 രൂപ ആരൊക്കെയോ ചേർന്ന് തരാനുണ്ടായിരുന്നു 2015-16. അത് നമുക്ക് ഈ വർഷം കിട്ടി. അപ്പൊ ഈ വർഷം കിട്ടിയ, അതായത് കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നത്, അല്ലെ, കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നത് 2015-16 കഴിഞ്ഞ വർഷം, ആ കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന തുകയാണ് 2500. അതിപ്പോൾ കിട്ടി. കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നത്, കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം 2500 കിട്ടാനുണ്ട്. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം നമുക്ക് 2500 കിട്ടാനുണ്ടായിരുന്നു. അത് ഈ വർഷം കിട്ടി. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ ആദ്യം, അല്ലെ, കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം 2500 കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് അങ്ങ് കരുതുകയാണെങ്കിൽ ഇതെന്താണ്? ഓപ്പണിംഗ് ഡേറ്റിലുള്ള എന്താണ് കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നത്. അപ്പൊ എന്താണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷത്തെ ഒരു എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം എന്ന് പറയുന്നത് March 31, 2017, അതായത് 2016-17. അപ്പൊ അതിന് മുമ്പുള്ള വർഷം 2015-16. അപ്പൊ നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയപ്പോൾ, നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, 2015-16 2500 രൂപ, 2015-16 2500 രൂപ നമുക്ക് കിട്ടി. 2015-16 വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ 2500 രൂപ നമുക്ക് കിട്ടി. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ 2500 കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന 2500 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നത് അതാണ് ഔട്ട്സ്റ്റാൻഡിങ്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അപ്പൊ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മൾ നോക്കൂ, ക്ലോസിംഗ് 2017-18 എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ഇയർ ആണ്, അല്ലെങ്കിൽ അടുത്ത വർഷമാണ് 2017-18. അതായത് നമുക്ക് 2017-18 1000 രൂപ നമുക്ക് കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള 1000 രൂപ കിട്ടി എന്നല്ലേ ഇതിന്റെ അർത്ഥം. കാരണം 2017-18 വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ വരാൻ പോകുന്ന 2017-18 എന്ത് കിട്ടി? സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടി. ഇതിന് എന്താണ് പറയുന്നത്? അപ്പൊ അത് നമുക്ക് അഡ്വാൻസ് കിട്ടിയല്ലേ. ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് 2017-18 എന്ന് പറയുന്നത് അടുത്ത വർഷമാണ്. ആ അടുത്ത വർഷത്തേക്ക് കിട്ടുന്നത് നമുക്ക് അഡ്വാൻസ് ആണ്. അപ്പം 2017-18 എന്ന് പറയുമ്പോൾ അടുത്ത വർഷമല്ലേ, അതായത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം വരുന്നത്, അല്ലേ. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് അവസാനിച്ച് March 31 ശേഷമല്ലേ അടുത്ത വർഷം വരുന്നത്. അപ്പോൾ ഈ പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ അടുത്ത വർഷത്തേക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലേക്ക് അതായത് അടുത്ത വർഷത്തേക്കുള്ള എമൗണ്ട് കിട്ടുന്നത് നമുക്ക് 2016-17 കിട്ടി. അത് അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പൊ അത് ക്ലോസിംഗ് ഡേറ്റിലെ, അപ്പൊ അടുത്ത വർഷം ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞ വർഷമാണെങ്കിൽ അടുത്ത വർഷം ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ ആ ക്ലോസിംഗ് ഡേറ്റിലേക്കുള്ള എന്ത് കിട്ടി? ഇത് അഡ്വാൻസ് കിട്ടി. അഡ്വാൻസ് ആണിത്. അഡ്വാൻസ് ആണ്. ഞാൻ ചുരുക്കി എഴുതുന്നു, അഡ്വാൻസ് എന്നാണ്. അപ്പോൾ ഇത് ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ് ആണ് ഇത്. അപ്പം നമുക്ക് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ പിരിച്ചു തന്നാൽ, ഇതേപോലെ ക്വസ്റ്റ്യനിൽ നമുക്ക് പിരിച്ചു തരികയാണെങ്കിൽ, 3 വർഷമായിട്ട് പിരിച്ചു തരികയാണെങ്കിൽ, ആദ്യത്തത് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നും മൂന്നാമത്തത് ക്ലോസിംഗ് അഡ്വാൻസ് ആണെന്നും നമുക്ക് മനസ്സിലാക്കണം.
അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്? നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഈ നമുക്ക് തന്നിരിക്കുന്ന റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നുള്ള ഭാഗമാണിത്. അതിന് വെളിയിൽ 2 സംഗതികൾ തന്നിട്ടുണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അകത്ത് 2 സംഗതികൾ തന്നിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസുമാണ് നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിരിക്കുന്നത്. അതായത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പൊ ഒരു കാര്യം ആദ്യമേ ഇവിടെ പറയട്ടെ. നമ്മൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ ഈ പറയുന്ന ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് അഡ്വാൻസും സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഡേറ്റ്, അതേപോലെ ഇത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പൊ ഈ 2 അഡ്ജസ്റ്റ്മെന്റ് തന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 2 നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നതാണ്. പിന്നെ ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ എക്സ്ട്രാക്റ്റിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 3. അത് ഈ സംഗതി എന്താണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നെയാണ്, അല്ലാതെ അഡ്ജസ്റ്റ്മെന്റിൽ ഇതേപോലെ പറഞ്ഞതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്താണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇങ്ങനെ തന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ് എത്രയാണ്? 2500 രൂപ ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ 4ാമത് പറഞ്ഞ സംഗതി എന്താണ്? 2017-18. ഇതെന്താണ്? ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ്. അതായത് അഡ്വാൻസ് എന്ന് പറയുമ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഏതിലെ? ക്ലോസിംഗ് ഡേറ്റിലെ അത് എത്ര രൂപയാണ്? അത് 1000. അപ്പൊ സാധാരണഗതി സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് ഇതേപോലെ 4 ഐറ്റങ്ങൾ വരെ സാധ്യതയുണ്ട്. 4 ഐറ്റങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റ്. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഐറ്റം ഏതൊക്കെ ഡേറ്റിൽ വരും? ക്ലോസിംഗ് ഡേറ്റിലും വരും, ഓപ്പണിംഗ് ഡേറ്റിലും വരും. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റിലും വരും, അതേപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലും വരും. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് വരും? ക്ലോസിംഗ് ഡേറ്റിലും വരും, അതേപോലെ തന്നെ ഓപ്പണിംഗ് ഡേറ്റിലും വരും. ഈ പറയുന്ന 4 ഐറ്റവും നമ്മുടെ ക്വസ്റ്റിന് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ 4 വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്, അപ്പം ചില ഐറ്റങ്ങൾ കുറയ്ക്കാനും ചില ഐറ്റങ്ങൾ കൂട്ടാനുമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എത്ര രൂപയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ടത് എന്നാണ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്സ്ക്രിപ്ഷൻ ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. എങ്കിലും ഞാനിത് നമ്മുടെ ആദ്യം ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ രീതിയിൽ നമ്മളിവിടെ ചെയ്യുകയാണ്. നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ആകെ കിട്ടിയത് 30,250 രൂപയാണ്. അത് ഇങ്ങനെ പിരിച്ചെഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇത് ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നത്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഒരു കാര്യം ഇവിടേക്ക് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ ഇങ്ങനെ ഒരു ചാർട്ട്, ഇങ്ങനെ ഒരു ചെറിയൊരു സൂചകം നമ്മൾ വരയ്ക്കണമെന്ന് പറഞ്ഞു. അതായത് ഓപ്പണിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ്. അഡ്വാൻസ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് കൂട്ടാൻ, ഓപ്പണിംഗ് ഡേറ്റിലുള്ള അഡ്വാൻസ് നമ്മൾ കൂട്ടണം, ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് നമ്മൾ കുറയ്ക്കണം. ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദീകരിച്ചതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെ സബ്സ്ക്രിപ്ഷന്റെ പ്രോബ്ലം തന്നാൽ പെട്ടെന്ന് ഇതേപോലെ ഒരു ബോക്സ്, 4 കോളമുള്ള ബോക്സ് വരയ്ക്കണം. 4 കോളമുള്ള ഒരു ടേബിൾ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് അതിന് മുകളിൽ ഒരെണ്ണത്തിന്റെ കോളത്തിന്റെ ഹെഡിങ് ആയിട്ട് ഓപ്പണിംഗ് എന്നും ക്ലോസിംഗ് എന്നും എഴുതണം. എന്നിട്ട് സൈഡിൽ അഡ്വാൻസ് എന്നും ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും എഴുതണമെന്ന് പറഞ്ഞു. അതിനുശേഷം ആദ്യത്തെ കളത്തിൽ പ്ലസ്, പിന്നെ മൈനസ്,
പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, ഈ രീതിയിൽ ആൾട്ടർനേറ്റീവായിട്ട് നമ്മളൊരു ചിഹ്നങ്ങൾ ഇടുന്നു. അതിനുശേഷം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്താണ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നിരിക്കുന്നത് ഇത്രയും നമ്മുടെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളൊരു പേപ്പറിൽ എടുത്തെഴുതിയതിന് ശേഷം വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആദ്യമേ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്ര രൂപയാണ്, സബ്സ്ക്രിപ്ഷൻ യഥാർത്ഥത്തിൽ എത്ര രൂപയാണ്, ആകെ എത്ര രൂപയാണെന്ന് നോക്കുക. ഇവിടെ പിരിച്ചെഴുതിയേക്കുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആകെ എത്ര രൂപ തന്നിരിക്കുന്നു? ആകെ തന്നിരിക്കുന്നത് 30,250 രൂപയാണ്. അതിൽ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് ഡേറ്റ്, അത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എഴുതി ഇവിടെ മാറ്റിയ കാര്യങ്ങളാണ്. അത് ഇനി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വന്നതെന്ന് വിശദീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ എത്ര രൂപയാണ് ആകെ നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 30,250 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കിട്ടുന്ന എല്ലാം എടുത്ത് നമുക്ക് എവിടെ എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര നമുക്ക് എഴുതാം, അതാണ് ചോദ്യം. അപ്പൊ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 30,250 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാക്ട് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അത് 30,250 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ നമുക്ക് എവിടെ എഴുതാൻ പറ്റില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പറ്റില്ല. ചില അഡ്ജസ്റ്റ്മെന്റുകൾ ശേഷം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എത്ര കിട്ടിയത്, 30,250. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ എഴുതുന്നു. എന്താണ്, അതായത് subscriptions to be credited in എവിടെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ, ഏത് വർഷമാണെന്നും കൂടെ നമ്മളെന്ന് പറയുന്നത് 2016-17 നമ്മുടെ വർഷം എന്ന് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. 2017 അവസാനിക്കുമ്പോഴാണ്, മാർച്ച് 31, 2017 നമ്മുടെ വർഷം അവസാനിക്കുന്നത്. അതായത് 2016-17 നമ്മുടെ വർഷം. അപ്പൊ 2016-17 നമ്മൾ എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കാണിക്കേണ്ടത് എന്നാണ് നമ്മൾക്ക് ചോദിച്ചത്. അപ്പൊ അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതിന്, അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരമാണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് സബ്സ്ക്രിപ്ഷൻ ഗിവൺ ഇൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അതെത്രയാണ്, നമ്മുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ, അതായത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് എല്ലാം നമ്മൾ തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എത്ര തന്നിരിക്കുന്നത്, അപ്പൊ ഇതാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന തുക. അത് എത്രയാണ്, 30,250 രൂപയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ 30,000, അപ്പൊ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം 30,250 രൂപയാണ്. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ആകെ തന്നിരിക്കുന്ന 30,250 രൂപയാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസും എല്ലാം നമ്മൾ ഓരോ ഡേറ്റിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റിലെ ആദ്യമേ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ടല്ലോ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആദ്യത്തത് ക്ലോസിംഗ് ഡേറ്റ് എത്രയാ, 1,250. അപ്പൊ ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്തല്ലേ അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് ഏത്, ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് 1,250 ആണ്. അപ്പൊ ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ചാർട്ടിലേക്ക് നോക്കണം. ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്താ ചെയ്യേണ്ടതെന്ന് ഈ കോളത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ വരുന്നു. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കൂട്ടാനാണ് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ക്ലോസിംഗ് ഡേറ്റിലെ
ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കൂട്ടാനാണ്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ക്വസ്റ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് ഇവിടെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് 1250. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നതിന് ശേഷം എഴുതും എന്താണ്, അത് കൂട്ടാനാണെന്ന് പറഞ്ഞല്ലോ. ആഡ് എന്താണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, അത് ചുരുക്കി എഴുതിയാണ്, ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ 31/3/2000 എഴുതാം, അല്ലെങ്കിൽ തീയതി എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. കാരണം ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ക്ലോസിംഗ് ഡേറ്റ് എന്ന് തന്നെ എഴുതുന്നത്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/2017 ആ ഡേറ്റ് വേണേൽ നമുക്ക് അവിടെ എഴുതാം. തൽക്കാലം നമ്മൾ ഈ പറഞ്ഞ മാറ്റി എഴുതിയതുപോലെ നമ്മൾ ഇവിടെ അങ്ങ് ചെയ്യുകയാണ്. ക്ലോസിംഗ് ഡേറ്റ് അങ്ങനെ തന്നെ. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/2017 വേണേൽ ആ ഡേറ്റ് നമുക്ക് ഇടാം. തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നു. അത് എത്ര രൂപയാണ്? 1250 രൂപയാണ്. അപ്പൊ 1250 രൂപ നമ്മൾ കൂട്ടിയിട്ട് അത് നമ്മൾ കൂട്ടുന്നു. അത് കൂട്ടുമ്പോൾ എത്ര വരുന്നു? അപ്പോൾ നമ്മൾ കൂട്ടി ഇവിടെ അങ്ങ് ആദ്യമേ എഴുതുന്നു. ഓരോന്നും കൂട്ടി എഴുതി, നമുക്കിങ്ങനെ പ്രത്യേക ഫോർമാറ്റുകളൊന്നുമില്ല, നമ്മൾ കൂട്ടി കൂട്ടി എഴുതി അങ്ങ് പോവുകയാണ്. അപ്പം 30 ഇത് കൂട്ടുമ്പോൾ 31,500 വരും. ഇത് കൂട്ടി കഴിയുമ്പോൾ 31,500 വരും അല്ലേ? 31,500 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്ത ഐറ്റം, രണ്ടാമത്തെ ഐറ്റം എടുക്കും. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റിന് നമ്മൾ രണ്ടാമത് മാറ്റി എഴുതി. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ്. അത് ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്കൊരു 1750 രൂപ കിട്ടിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആ ചാർട്ടിലേക്ക് നോക്കുന്നു. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ അഡ്വാൻസ് അത് നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. എന്ത് ചെയ്യുന്നു മനസ്സിലാക്കാം? ഓപ്പണിംഗ് ഡേറ്റിലെ അഡ്വാൻസ് അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ കോളത്തിലല്ലേ, അത് കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അത് വീണ്ടും ആഡ് ചെയ്യാൻ ഒരു സാധനം കൂടെ ആയി. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അഡ്വാൻസ് ആണല്ലോ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് ഞാൻ അഡ്വാൻസ് എന്ന് എഴുതുന്നു. അതെന്താണ്? സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് എന്ന് എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ്. അതെന്താണ്? ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിലെ അത് നമുക്ക് ഡേറ്റ് വേണേൽ എഴുതാം. 1/4/2016 എന്ന് ഓപ്പണിംഗ് ഡേറ്റ് എന്ന് എഴുതാം. എങ്കിലും നമ്മളിവിടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് തന്നെ പറയുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്രയാണ്? 1750 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 1750 രൂപയും നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടണം. 1750 രൂപ കൂട്ടി നമ്മൾ താഴെ എഴുതുന്നു. 1750 രൂപ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1750 രൂപ കൂട്ടി കഴിയുമ്പോൾ 33,250 രൂപ കിട്ടി. 33,250 നമുക്ക് കിട്ടി അല്ലെ? 33,250 രൂപ കിട്ടി. അപ്പൊ രണ്ടായിട്ട് നമ്മളത് കൂട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഇനി മൂന്നാമത്തെ ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 2500. അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കുക. അപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതേപോലെ ഓപ്പണിംഗ് ഡേറ്റും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കുക. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞു, അതേപോലെ അത് ഓപ്പണിംഗ് ഡേറ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ, ഓപ്പണിംഗ് ഡേറ്റ് ഇവിടെ, അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ കോളമല്ലേ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇനി അടുത്തായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് ലെസ് ആണ്, കുറയ്ക്കാനുള്ളതാണ്. എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റ് ഇവിടെ ചുരുക്കി എഴുതുന്നു. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കുറയ്ക്കണം അല്ലെ? അത് നമ്മൾ കുറയ്ക്കാനുള്ള എമൗണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ് 2500 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ് 2500 ആണ്. ഈ പറയുന്ന 2500 നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 2500 കുറയ്ക്കുന്നു. 2500 കുറച്ചിട്ട് നമ്മൾ താഴെ എഴുതണം. 2500 കുറച്ചതിന് ശേഷം എത്ര രൂപയാണ് വരുന്നത്? 2500 കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ് വരുന്നത്? 30,750 കുറച്ച് കഴിയുമ്പോൾ അത്രയും വരും. ഓക്കെ. അപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ കുറച്ച്, ഇനി ഒരു ഐറ്റം കൂടെ ബാക്കിയുണ്ടല്ലോ. അത് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലത്തിലേക്ക് നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് 1000. സബ്സ്ക്രിപ്ഷൻ, അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്.
അതായത് അഡ്വാൻസ് ആണ്, ക്ലോസിംഗ് ഡേറ്റും ആണ്. അപ്പൊ അഡ്വാൻസും ക്ലോസിംഗ് ഡേറ്റും വന്നാൽ എന്ത് ചെയ്യും നമ്മൾ അത് നോക്കുക. അതായത് അഡ്വാൻസ് വരുന്നു, അതേപോലെ ക്ലോസിംഗ് ഡേറ്റും വരുന്നു. അപ്പൊ അഡ്വാൻസും ക്ലോസിംഗ് ഡേറ്റും വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എഴുതുന്നു. അതായത് അവസാനമായിട്ട് വീണ്ടും ലെസ് എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് നമ്മൾ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ചുരുക്കി എഴുതിയാണ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് അല്ലെ? ക്ലോസിംഗ് ഡേറ്റ് അതെന്താ ചെയ്യണ്ടേ? അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അത് നമ്മുടെ ക്വസ്റ്റിനിൽ എത്ര രൂപയാണെന്ന് നോക്കുക. സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1000 ഇതിൽ നിന്ന് കുറയ്ക്കണം. 1000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 29,750 രൂപ എന്ന് വരും. അപ്പോൾ 1000 രൂപ കുറച്ച് കഴിയുമ്പോൾ 29,750 രൂപ എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? അപ്പൊ 29,750 രൂപയാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ എഴുതേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഈ 29,750 രൂപയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അതേ രീതിയിൽ തന്നെ കുറയ്ക്കേണ്ടത് കുറച്ചും കൂട്ടേണ്ടത് കൂട്ടിയാണ് എഴുതിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടേബിൾ ഉപയോഗിച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ മാത്രം ഒരല്പം വ്യത്യസ്തമായ രീതിയിൽ വന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നത്. അപ്പം 2 അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ അകത്തും ഈ റെസിപ്റ്റ് ആൻഡ് വേണ്ട എക്സ്ട്രാക്റ്റിന്റെ അകത്തും 2 എണ്ണം വെളിയിലുമാണ് വന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. അതിനുശേഷം നമ്മൾ സബ്സ്ക്രിപ്ഷന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്ത് നമ്മൾ സബ്സ്ക്രിപ്ഷന്റെ ഒരു സെഷൻ അവസാനിക്കും. അത് കുറച്ചുകൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കാര്യം കൂടെ നമുക്കിവിടെ പറയാനുണ്ട്. അതായത് ഈ ഐറ്റം, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും? ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. മാർച്ച് 31, 2017 ആണ് നമ്മുടെ വർഷം അവസാനിക്കുന്നത്. വർഷം അവസാനിക്കുമ്പോൾ നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. അതുപോലെ വർഷം തുടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ബാലൻസ് ഷീറ്റും ഉണ്ട്. അതാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ്, അതായത് അതിനെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. നമുക്കൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ഉണ്ട്. കാരണം ഓപ്പണിംഗ് ഡേറ്റിലെ സംഗതികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാകണം. അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സബ്സ്ക്രിപ്ഷൻ സാധാരണഗതിയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് വരേണ്ടത്. സബ്സ്ക്രിപ്ഷൻ സാധാരണഗതിയിൽ എവിടെ മാത്രമാണ് വരേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ്. അതൊരിക്കലും ബാലൻസ് ഷീറ്റിൽ വരാറില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഐറ്റം മാത്രം, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഗതി മാത്രമാണെങ്കിൽ അത് നമ്മുടെ ബാലൻസ് ഷീറ്റ് വരാറില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേ വരാറുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും അതേപോലെ തന്നെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ അത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അപ്പൊ നമ്മൾ ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഇൻകം ഡ്യൂ ആയിട്ട്, അതായത് ഇൻകം ഡ്യൂ ആയിരിക്കുന്നു. ഇൻകം ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം എന്തെങ്കിലും വരുമാനം കിട്ടാനുണ്ട്. വരുമാനം കിട്ടാനുണ്ടെങ്കിൽ അതിനെ ഇൻകം ഡ്യൂ എന്നാണ് പറയുന്നത്. ഇൻകം ഡ്യൂ, ഫോർ എക്സാമ്പിൾ നമുക്ക് റെന്റ് കിട്ടാനുണ്ട്, അതാണെങ്കിൽ ഇൻകം ഡ്യൂ ആണ്. സാലറി, നമുക്ക് ഇനി കമ്മീഷൻ കിട്ടാനുണ്ട്. അപ്പൊ ഇൻകം, അങ്ങനെ വരുന്ന ഇൻകം ഡ്യൂ കിട്ടാനുണ്ട്, ഏതെങ്കിലും വരുമാനമാണ്. വരുമാനം കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ ഡ്യൂ ആകുന്ന ഇൻകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കറണ്ട് അസറ്റ് ആണ് എന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും വരുമാനം നമുക്ക് കിട്ടാനുണ്ട് ഇൻകം ഡ്യൂ, അല്ലെങ്കിൽ ഡ്യൂവിന് മറ്റൊരു പേരാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നതും ഇൻകം ഡ്യൂ എന്ന് പറഞ്ഞാലും എന്താണ്, ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാലും ഡ്യൂ എന്ന് പറഞ്ഞാലും അത് നമുക്ക് വരുമാനം കിട്ടാനുണ്ട്. അങ്ങനെ വരുമാനം കിട്ടാനുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റിൽ പെടുകയും അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോവുകയും വേണമെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പം സാധാരണഗതി സബ്സ്ക്രിപ്ഷൻ എവിടെ വരില്ല, ഇൻകം ഒന്നും യഥാർത്ഥത്തിൽ ബാലൻസ് ഷീറ്റ് വരാറില്ല. പക്ഷെ കിട്ടാനുള്ള ഏതെങ്കിലും ഇൻകം ഉണ്ട് എന്ന് വരികയാണെങ്കിൽ അത് കറണ്ട് അസറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്കും കൂടെ വരും. അതേപോലെ തന്നെ എന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മുൻകൂട്ടി വാങ്ങുന്ന ഇൻകം.
ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകം ആണ്. അത് ഏത് ഇൻകം ആണെങ്കിലും, ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ അല്ല, ഇനിയിപ്പോ നമുക്ക് റെന്റ് കിട്ടാനുണ്ട്, കൊടുക്കാനുള്ള അല്ല, റെന്റ് കിട്ടാനുണ്ടെങ്കിലോ അല്ലെ കമ്മീഷൻ കിട്ടാനുണ്ട്, അപ്പൊ അങ്ങനെയുള്ള ഏത് ഇൻകം ആണെങ്കിലും അത് കിട്ടാനുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് കിട്ടാനുണ്ടെങ്കിൽ കറണ്ട് അസറ്റും, അത് മുൻകൂട്ടി വാങ്ങിച്ചാൽ, നമ്മൾ മുൻകൂട്ടി വാങ്ങിക്കാൻ സാധാരണ ഇൻകം ഒന്ന് മുൻകൂട്ടി വാങ്ങിക്കുന്നത് നമുക്കൊരു ബാധ്യതയായി മാറുമെന്ന് നമുക്കറിയാം അല്ലെ. മുൻകൂട്ടി എന്തെങ്കിലും കാര്യം നമ്മൾ ബാധിച്ചാൽ എന്താ സംഭവിക്കുക, അതൊരു ബാധ്യതയായി മാറും. നമുക്കറിയാം, ആരെയെന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും വാങ്ങിയാൽ നമുക്കൊരു ബാധ്യതയായി മാറും. അപ്പൊ മുൻകൂട്ടി വാങ്ങുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പം നമ്മൾ സബ്സ്ക്രിപ്ഷൻ മുൻകൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് കറണ്ട് ലയബിലിറ്റി ആണ്. സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഐറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരുന്നതെന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് ഈ ഐറ്റങ്ങൾ ബാലൻസ് ഷീറ്റിൽ വരുന്നത്? അപ്പൊ ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ ഏതൊക്കെയേ വരത്തുള്ളൂ? ഔട്ട്സ്റ്റാൻഡിങ്ങും അതേപോലെ അഡ്വാൻസും മാത്രമേ വരത്തുള്ളൂ, അല്ല സബ്സ്ക്രിപ്ഷൻ മുഴുവനായിട്ട് വരികയില്ല. അപ്പൊ ബാലൻസ് ഷീറ്റ് എങ്ങനെ വരും? അപ്പൊ നമുക്കൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലിയാക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. ഈ പറയുന്ന 2 ഐറ്റം മാത്രം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതായത് ഈ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും? നമുക്ക് ആദ്യമേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഒന്ന് വരച്ചു നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർഷത്തിന് തുടക്കം, അതായത് 1/4/2016 ആണ്. 1/4/2016 ആണ് നമ്മുടെ വർഷം എന്ന് പറയുന്നത്. 1/4/2016 ആണ് നമ്മുടെ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ 1/4/2016 ആണ് നമ്മുടെ വർഷം എന്ന് പറയുന്നത്, ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് അല്ലെ. 1/4/2016 ആണ് ആ ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഇവിടെ ഉൾപ്പെടുത്താൻ പോവുകയാണ്, വരയ്ക്കാൻ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് അസറ്റും അതേപോലെ ലയബിലിറ്റീസും ഇതിലേക്ക് നമ്മൾ എഴുതുന്നു. എന്താണ് ആദ്യം നമ്മൾ എന്താണ് ലയബിലിറ്റീസ് എഴുതുന്നു. അതിനുശേഷം എമൗണ്ട്, അതേപോലെ തന്നെ അസറ്റ്സ്, എമൗണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ഐറ്റങ്ങളും ഒന്നും എഴുതാനൊന്നുമില്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ മാത്രം എങ്ങനെ വരുമെന്ന് അറിഞ്ഞാൽ മതി. സബ്സ്ക്രിപ്ഷൻ മാത്രം എങ്ങനെ കാണിക്കും? സബ്സ്ക്രിപ്ഷൻ ഏതേ വരത്തുള്ളൂ? ഔട്ട്സ്റ്റാൻഡിങ് അഡ്വാൻസ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ കറണ്ട് അസറ്റും, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണ്? നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റ് ആണ്. നമ്മൾ അതിനകത്ത് എങ്ങനെ വരും? അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റിൽ എന്ത് മാത്രമേ വരൂ? ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഐറ്റങ്ങൾ മാത്രമേ വരൂ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എന്ത് മാത്രമേ വരൂ? ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഐറ്റങ്ങൾ മാത്രമേ വരൂ. ക്ലോസിംഗ് ഡേറ്റിലുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല. നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിലുള്ള കാര്യങ്ങൾ നോക്കാം. അല്ലേ, ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ, അതായത് ഇത് ഓപ്പണിംഗ് ഡേറ്റ്, ഇത് സബ്സ്ക്രിപ്ഷൻ രണ്ടാമത് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ ഐറ്റം ഓപ്പണിംഗ് ഡേറ്റുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് എന്ന് ഇവിടെ തന്നിട്ടുണ്ടല്ലോ 1750. അപ്പം അതെന്താണ്? അത് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് എഴുതണം. അപ്പം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു കറണ്ട് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റിൽ 1750 എന്താണ്? നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആണ് അല്ലെ. ഓപ്പണിംഗ് ഡേറ്റിലുള്ള കറണ്ട് ലയബിലിറ്റി ആണ് ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1750 രൂപ. അപ്പൊ നമ്മളിപ്പോ ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് അല്ലേ വരയ്ക്കുന്നത്. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഈ ലയബിലിറ്റി, അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ആണ്. ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് പോലെ നമ്മൾ 1750 ആണ്. ഈ 1750 രൂപ നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു ഐറ്റം എഴുതി. ഇനി ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു ഐറ്റം കൂടെ ഉണ്ട്. എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓപ്പണിംഗ് ഡേറ്റ് ഉണ്ട് 2500. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്ത്? അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇൻകം ഡ്യൂ ആണ്, കിട്ടാനുള്ളത്. വരുമാനം കിട്ടാനുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അത് കിട്ടാനുള്ളത് എത്രയാണ്? ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മളിത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ എത്രയാണ് കിട്ടാനുള്ളത്? ഓപ്പണിംഗ് ഡേറ്റ് കിട്ടാനുള്ളത് 2500 ആണ്.
അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റും വരയ്ക്കണം. ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് ഇപ്പം വരച്ചില്ലേ, അതേ രീതി ക്ലോസിംഗ് ഷീറ്റ് ബാലൻസ് ഷീറ്റും വരയ്ക്കണം. അതിനുശേഷം അവിടെയും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റിൽ ഇവിടെ എഴുതണം. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ഡേറ്റിലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതണം. അപ്പൊ നമ്മളിവിടെ ഓപ്പണിംഗ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എങ്ങനെ വരുമെന്നുള്ളത് നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടതാണ്. ഇതേ രീതിയിൽ തന്നെ ഓപ്പണിംഗ് ഡേറ്റിലെ ഐറ്റങ്ങൾ എങ്ങനെ എഴുതിയും അതേ രീതിയിൽ തന്നെയാണ് ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റിലും ഐറ്റങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. തൽക്കാലം ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഓക്കെ.